ബാറ്ററി പ്രോബ്ലത്തിനും ബാറ്ററിക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റിനും പ്രധാന കാരണം ഈ 3 സെറ്റിങ്സുകൾ ഓൺ ആയി കിടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സെറ്റിങ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും. അവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അവിടെ നേരെ താഴെ കാണുന്ന ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ടോടുകൂടി ഗൂഗിൾ സർവീസ് ഓപ്പൺ ആകുന്നതായിരിക്കും. അവിടെ നേരെ താഴെ കാണുന്ന ഓൾ സർവീസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സ്കാൻ എന്നുള്ളത് ഓണായി കിടക്കുന്ന കാണാം. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ഇങ്ങനെ ഓണായി കിടക്കുമ്പോൾ നമ്മുടെ ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യുന്നതിന് ഇത് കാരണമായി തീരും. ഡിവൈസ് ഇങ്ങനെ നിരന്തരം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നതിന് ഇത് കാരണമാകും. ഇനി മറ്റൊരു സെറ്റിങ്സ് കൂടെ പരിചയപ്പെടുത്താം. അതിനുവേണ്ടി നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാർ എടുക്കുക. അവിടെ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ പ്രിൻറ്റിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. വീണ്ടും പ്രിൻറ്റിങ്ങിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിഫാൾട്ട് പ്രിൻ്റ് സർവീസ് ഓണിലായിരിക്കും കാണുക. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ഇനി ചെയ്തു വെക്കേണ്ട മറ്റൊരു സെറ്റിങ്സ് കൂടെ പറഞ്ഞു തരാം. അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിനുവേണ്ടി ലൊക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ താഴെയായി ലൊക്കേഷൻ ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ലൊക്കേഷൻ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓണായി കിടക്കുന്നത് കാണാം. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ഈ സെറ്റിങ്സുകളെല്ലാം കൃത്യമായി ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ബാറ്ററി പ്രോബ്ലം ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.